തന്ത്രി പാവന ശ്രുതിലയമാ ശ്രുതിഗീതം ശ്രുതിഗീതം. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്മൃതിഗീതത്തിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും രക്ഷ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതല്ലെങ്കിൽ ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നം എപ്പോഴെങ്കിലും നമ്മളെ ചുറ്റിപ്പറ്റി വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളപ്പോൾ, എങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണമല്ലോ. ഇങ്ങനെ ആഗ്രഹിക്കാത്ത, ചിന്തിക്കാത്ത, ഒരിക്കലെങ്കിലും ആലോചിക്കാത്ത ഒരു മനുഷ്യ ജീവിതമുണ്ടോ? ഇല്ല, തീർച്ച. ബൈബിളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വചനം, ആ വചനത്തിന്റെ പ്രസക്തി ഈ പ്രശ്നങ്ങളുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിലാണ് ഈ വചനം. രക്ഷ കേന്ദ്രീകൃതമായിരിക്കുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തു എന്ന ഒരു വ്യക്തിയുടെ പുറകെയുള്ള യാത്രയാണ് ക്രിസ്തീയത, ക്രിസ്ത്യാനിറ്റി. സത്യം, ക്രിസ്തീയ വ്യക്തിത്വങ്ങൾ മാത്രമല്ല, മനുഷ്യകുലത്തിന് മുഴുവൻ രക്ഷ പ്രദാനം ചെയ്യുന്നത് യേശുവാണ്. യേശുവിന്റെ വഴികളിലേക്ക് നമ്മളുടെ ആദ്യത്തെ കാലെടുത്ത് വെക്കുമ്പോൾ ദൈവം 100 സ്റ്റെപ്പുമായി നമ്മുടെ അടുത്തേക്ക് വരും, രക്ഷ അനുഭവിക്കാൻ കഴിയും. അങ്ങനെ യേശുവിനെ അനുഭവിച്ചറിഞ്ഞ്, യേശുവിന്റെ മുഖത്തേക്ക് നോക്കി കരം പിടിച്ച് ആശീർവാദ കരത്തിന് കീഴിൽ നീങ്ങുന്ന ജീവിതങ്ങളാകട്ടെ, രക്ഷയുടെ അനുഭവം നുകരുന്ന ജീവിതങ്ങളാകട്ടെ നമ്മുടെ എല്ലാം എന്ന വലിയ പ്രാർത്ഥന മാത്രം. എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇന്നും നമ്മോടൊപ്പം 3 സംഗീതജ്ഞർ, ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ ഉണ്ട്. ആദ്യ പതിവ് പോലെ തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട ചെറിയാൻ കുനിയന്തോടത്തച്ഛൻ. അദ്ദേഹം CMI സഭാംഗമാണ്. ഒരു ബഹുമുഖ പ്രതിഭ തന്നെയാണ് അദ്ദേഹം. എല്ലാ സമസ്ത മേഖലകളിലും, ഗ്രന്ഥരചനയാവട്ടെ, കവിതാരചനയാവട്ടെ, അതുപോലെ ക്രിസ്തീയ ഭക്തിഗാന ശ്രേണിയിലെ അദ്ദേഹത്തിന്റെ സംഭാവന, മലയാള ഭാഷാ പണ്ഡിതൻ, നാനാ തുറകളിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എല്ലാം നമ്മുടെ ഈ എപ്പിസോഡിന് മുതൽക്കൂട്ടാണ്. ഇനിയുണ്ട് സർവശ്രീ ബേണി ഇഗ്നേഷ്യസ്, സംഗീത സംവിധായകർ. മലയാള ചലച്ചിത്ര ശാഖയിലും ക്രിസ്തീയ ഭക്തിഗാന ശാഖയിലും അവരുടെ കയ്യൊപ്പ് എടുത്തു പറയണം. അവരുടെ പ്രാർത്ഥന, അവരുടെ ഐക്യം, എന്ത് കാര്യം തീരുമാനമെടുക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബഹുമാനം, എന്ത് പ്രവൃത്തിയായിക്കോട്ടെ, ക്രിസ്തീയ ഭക്തിഗാനം മാത്രമല്ല, ആൽബം ആയിക്കോട്ടെ, ചലച്ചിത്രഗാനം ആയിക്കോട്ടെ, എന്ത് സംരംഭമായിക്കോട്ടെ. ചിലപ്പോഴൊക്കെ ഇഗ്നേഷ്യസ് ചേട്ടൻ ഫോണിൽ എന്നെ വിളിച്ച് പറയും, രാജേഷ് ഒന്ന് പ്രാർത്ഥിക്കണം. കാരണം വേറൊന്നുമല്ല, ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു ഫലമുണ്ട്, ഒരു പ്രാർത്ഥനയും വെറുതെ പോകുന്നില്ല എന്ന ചിന്ത തന്നെയാണ് അത്തരത്തിൽ പറയാൻ പ്രേരിപ്പിക്കുന്നത്. ആ പ്രാർത്ഥനാനുഭവം എല്ലാം തന്നെയാണ് അവരെ മറ്റ് സംഗീത സംവിധായകരിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. മൂവരുടെയും സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണ്. വളരെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. അച്ഛാ, ഇന്ന് ബഹുമാനപ്പെട്ട മനിക്കിലച്ചന്റെ തന്നെ എപ്പിസോഡ്സിലേക്കല്ലേ നമ്മുടെ യാത്ര? അതെ, ശരി. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് മനിക്കിലച്ചന്റെ ഏത് ഗാനമാണ് നമ്മൾ ഇന്ന് പ്രേക്ഷക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക? മിസ്റ്റർ ബെർണാഡിന്റെ പ്രസിദ്ധമായ ആ പ്രാർത്ഥന നാം എല്ലാവരും ചെല്ലുന്നതാണ്. മിക്കവാറും ജപമാല കഴിഞ്ഞ് ചെല്ലാറുണ്ട്, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനകളിൽ ചെല്ലാറുണ്ട്. എത്രയും ദയുള്ള മാതാവേ, എല്ലാവർക്കും അറിയാവുന്ന എത്രയോ കാലം മുമ്പ് പ്രസിദ്ധമാണ്. അത് തന്നെ ഗാനമാക്കിയിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് മനക്കിലച്ചൻ. അതിന്റെ സംഗീതം നൽകിയത് ജെറി അമൽദേവ്. എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന മാതാവിന് ഏറ്റവും പ്രിയങ്കരമാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, 2006 മനക്കിലച്ചന് ചെറിയൊരു വ്യതിയാനം സംഭവിച്ചു. കത്തോലിക്ക സഭയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നു. ആ സഭയിലാകട്ടെ, ഫെയ്ത്ത് സിറ്റി എന്ന ആ സഭയിലാകട്ടെ, മാതാവിനോടൊരു ഭക്തിയില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതിയ മാതൃഗീതങ്ങളെല്ലാം മായ്ച്ചു കളയണം. അപ്പൊ അതൊരു വേദനയായി നമുക്കെല്ലാവർക്കും അനുഭവപ്പെട്ടു. കാരണം അത്ര വിശേഷപ്പെട്ട ഒരു ഗാനമാണ്.
അത് തൽക്കാലം പോട്ടെ. 3 വർഷം അദ്ദേഹം അങ്ങനെ നിന്നെങ്കിലും തിരിച്ചു വന്നു. അങ്ങനെയാണ് അദ്ദേഹം മരണമടയുന്നത് 2009. അദ്ദേഹത്തിന്റെ ഈ ഗാനം തീർച്ചയായിട്ടും മാതാവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്രിയങ്കരമാണ്. ജെറി അമൽദേവിന്റെ സംഗീതവും വളരെ വിശിഷ്ടമാണ്. അതെല്ലാം നമ്മെ കൂടുതൽ ആഹ്ലാദിതരാക്കുന്നു, മാതാവിനുള്ള ഭക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. എത്രയും ദയയുള്ള മാതാവേ വളരെ പഴക്കമുള്ള പ്രാർത്ഥനയാണ്, മാതാവിനോടുള്ള അപേക്ഷയാണ്. പക്ഷെ അതിന്റെ ആ പ്രാർത്ഥനയുടെ അർത്ഥ സമ്പുഷ്ടി ഒട്ടും ചോർന്നു പോകാതെ തന്നെയാണ് അതിന്റെ ഈണം. അതെ. ജെറിമാസ്റ്ററുടെ 1979-80 കാലഘട്ടത്തിൽ അമേരിക്കയിൽ നിന്ന് വരുന്ന ആ സമയം മുതൽ ഇന്നുവരെ ഏത് റെക്കോർഡിങ്ങിനും എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സഹായിയായിട്ട്, അല്ലെങ്കിൽ ഗിറ്റാറിസ്റ്റ് ആയിട്ടോ, ഏതെങ്കിലും കീബോർഡിസ്റ്റ് ആയിട്ടോ എന്തെങ്കിലുമായിട്ട് അദ്ദേഹത്തിന് ഞാൻ ഒരു സന്തത സഹചാരിയാണ്. അപ്പൊ അദ്ദേഹം എപ്പോഴും പറയാറുള്ളത്, ഇങ്ങനെയുള്ള പാട്ടുകൾ, അതായത് ജനങ്ങളെല്ലാവരും ഏറ്റുപാടേണ്ട പാട്ടുകൾ വരുമ്പോൾ നമുക്ക് യാതൊരു സംഗീതത്തിന്റെ കുനിഷ്ടും പാടില്ല. അതിന്റെ പ്രാർത്ഥനയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് പാടേണ്ടതാണ്, അവർക്കെല്ലാവർക്കും പാടണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അദ്ദേഹം ഈണം വിട്ടിട്ട് ഞാൻ ചിലപ്പോൾ ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ പെട്ടെന്ന് പറഞ്ഞ് നിർത്ത്, അവിടെ ചെറിയൊരു ഗമകം പാട്ടിലുണ്ട്, അതൊന്ന് മാറ്റിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ആയിരിക്കും ചിലപ്പോൾ ട്രാക്ക് പാടുന്നത്. അതിപ്പോ എത്രയും എന്നാണെങ്കിൽ പാടണമെങ്കിൽ അദ്ദേഹം മാറ്റിയിട്ട് എത്രയും എന്നാ പറയുള്ളൂ. അങ്ങനെ അത് എല്ലാവർക്കും പാടാൻ പറ്റണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയിലാണ് ഈ മനോഹര ഗാനം ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് ഞാൻ പറയാം. അതിന് വേണമെങ്കിൽ ഒരു സംഗീത പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ കുറച്ച് രാഗങ്ങളൊക്കെ കയറ്റി സംഗീതം ചെയ്യാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര നന്നായിട്ട് ഇത് രചിച്ചാലും അത് ജനങ്ങളുടെ മധ്യത്തിലേക്ക് കയറില്ലായിരുന്നു. അതുകൊണ്ട് സംഗീതം അതിന് അതേപോലെ തുല്യ പ്രാധാന്യം തന്നെയുണ്ട്. അത് വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് സംഗീതത്തിൽ അത്ര നിപുണനായ ജെറിമാഷ് ഇത്തരം കാര്യങ്ങളിൽ വെച്ച് പുലർത്തുന്ന വ്യക്തമായൊരു മനോഭാവമുണ്ട്. അത് എടുത്തു പറയേണ്ടത് സംഗീത സംവിധായകരെ യഥാർത്ഥ സംഗീത സംവിധായകരാക്കുന്ന ഇത്തരം തീരുമാനങ്ങളാണ്. തീർച്ചയായിട്ടും എന്റെ എന്തെങ്കിലും സാധ്യത അല്ലെങ്കിൽ സംഗീതത്തിന്റെ മറ്റൊരു സാധ്യത അതിനകത്ത് എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റണം എന്ന് ചിന്തിക്കാതെ ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ചിന്തിക്കുക, പ്രാർത്ഥനയാണ്. അപ്പൊ സംഗീതമായിട്ട് ഒരു ബന്ധമില്ലാത്തവനും ഇത് പാടണം, ഏറ്റുപാടണം. അത് പാടുകയാണല്ലോ. ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചു ചേർന്ന് പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. ഒരു സംഗീത സംവിധായകന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്ന പോലെ തന്നെ അപ്പുറത്തേക്ക് കടന്ന് ഒരു ശ്രോതാവിന്റെ, ഒരു ഭക്തന്റെ ഒക്കെ മാനസികാവസ്ഥയിലും ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അവനവന്റെ ഉള്ളിലേക്ക് മാത്രം ചിന്തിക്കുമ്പോഴാണ് ഈ കുനിഷ്ടൊക്കെ വരുന്നത്. നേരെ വെച്ച് ആസ്വാദകന്റെ മനസ്സിലേക്ക് കയറിയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആസ്വാദകൻ ഇത് കേൾക്കുമ്പോൾ എന്തായിരിക്കും അവന് തോന്നേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന യഥാർത്ഥ സംഗീത സംവിധായകൻ ഇങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, മനക്കൽ അച്ഛൻ പാട്ടുകൾ എഴുതുമ്പോൾ മീറ്ററിൽ നിന്ന് ഒരു വാക്ക് പോലും തെറ്റിപ്പോകില്ല. കാരണം അച്ഛൻ ഒരു സംഗീത സംവിധായകനാണ്. ഇപ്പൊ നമ്മളെല്ലാരും പാടുന്ന ദൈവപിതാവേ അങ്ങയെ ഞാൻ, അത് മനക്കിലച്ഛനെ എഴുതി സംഗീതം ചെയ്താണ്. അത് ശരി. അതേപോലെ സർവവും യേശുനാഥന സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ, അതിന്റെ സംഗീതം ആരാണെന്ന് അന്വേഷിച്ച് പോകണ്ട, അത് മനക്കിലച്ഛൻ തന്നെയാണ്. അങ്ങനെ 10-ൽ പരം പാട്ട് ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം സംഗീതം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു സംഗീത കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ നല്ലൊരു സംഗീതജ്ഞനാണ് ചെല്ലപ്പൻ, ഞങ്ങളുടെ അയൽവാസിയും കൂട്ടുകാരനുമാണ്. അദ്ദേഹവും നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പുതിയ അറിവായിരിക്കും. തീർച്ച. എനിക്കറിയില്ല ബഹുമാനപ്പെട്ട അച്ഛൻ സംഗീതം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അല്ല ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് ഞങ്ങളെ പഠിപ്പിച്ച പാട്ടുകളിൽ പലതും അദ്ദേഹം തന്നെ സംഗീതം ചെയ്ത പാട്ടുകളാണ്. അതെ, അത് മാത്രമല്ല അച്ഛൻ എനിക്ക് ഒത്തിരി അറിവുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് സംഗീതത്തിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനായിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ CS ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് അച്ഛൻ അവിടെ ഉണ്ടാവും. ചിലപ്പോൾ പനക്കൽ അച്ഛനെ കാണാൻ വേണ്ടി ആയിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ അച്ഛനക്കൽ അച്ഛനോട് ഇല്ലെന്നാണെങ്കിലും എന്നെ കാണുമ്പോൾ കുറച്ചു നേരം സംസാരിക്കും. അപ്പൊ ബേണി എന്തിനാ ഇവിടെ വന്നത്? അപ്പൊ ഞാൻ പറയാം, അച്ഛൻ ഞാൻ ഓർഗൻ ക്ലാസ് എടുക്കാൻ വന്നത്. ഏത് ബുക്കാണ് പഠിക്കുക? അപ്പൊ എനിക്കൊരു ബുക്ക് ഉണ്ടാവും. ആ ബുക്ക് ഈ ബുക്കാണ്. അച്ഛൻ നന്നായിട്ട് ചവിട്ടാർമോണിയം വായിക്കും. അച്ഛന്റെ ചവിട്ടാർമോണിയം കുറച്ച് നാൾ നമ്മൾ വീട്ടിലുണ്ടായിരുന്നു. അച്ഛൻ പറയും ഇതൊന്നും ഞാൻ വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അച്ഛൻ വായിക്കും. എന്നിട്ട് പറയും ഇത് ഇന്ന ഫിംഗറിംഗ് ആണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള അറിവുകൾ നമ്മൾക്ക് പറഞ്ഞു തരും. അച്ഛൻ നന്നായിട്ട് നോട്ട്സ് എഴുതും, നോട്ട്സ് വായിക്കും. അച്ഛൻ പാട്ട് പ്രചരിപ്പിക്കുന്ന സമയത്ത് വിത്ത് മ്യൂസിക്കാണ്, അല്ലാണ്ട് അച്ഛൻ വെറുതെ ലിറിക്ക് മാത്രമല്ല, ഹാർമോണിയത്തിൽ അല്ലെങ്കിൽ അന്ന് ചവിട്ടർമോണിയത്തിൽ അതിന്റെ കോഡ്സ് എല്ലാം പിടിച്ചിട്ട് അച്ഛൻ തന്നെ സംഗീതം ചെയ്തോ അല്ല ജോബ് മാഷ് സംഗീതം ചെയ്തതാണെങ്കിൽ പോലും ആ പാട്ടുകൾ മനോഹരമായിട്ട് അച്ഛൻ പാടിയാണ് പഠിപ്പിച്ചിരുന്നത്. എത്രയും ദയുള്ള മാതാവേ നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. മനോഹര ഗാനം. ആ ഗാനത്തെക്കുറിച്ച് തുടങ്ങിയതാണ്. പിന്നാമ്പുറങ്ങളിൽ എന്തെല്ലാം കഥകൾ. ഒരുപക്ഷെ നിങ്ങൾക്കും ഒരു പുതിയ അറിവായി കാണും അച്ഛന്റെ സംഗീതം ചെയ്ത ഗാനങ്ങൾ. ദൈവപിതാവേ, അതുപോലെയുള്ള ഗാനങ്ങളൊക്കെ നമ്മൾ ഇന്നും ഏറ്റുപാടുന്നതാണ്. അതൊക്കെ എനിക്കും ഇവിടെ ഇരിക്കുമ്പോൾ ആസ് ആൻ ഇന്റർവ്യൂവർ എനിക്കും അതൊക്കെ ഒരു പുതിയ അറിവാണ്.
നമുക്ക് ഈ ഗാനത്തിലേക്ക് പോകേണ്ടതുണ്ട്. എത്രയും ദയുള്ള മാതാവേ, പ്രാർത്ഥനയോടെ. അടുത്തത് ഏത് ഗാനമാണ് ബഹുമാനപ്പെട്ട മണിക്കലച്ചന്റെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്? അടുത്ത ഗാനം കെ ആന്റണി മാസ്റ്റർ സംഗീതം ചെയ്ത അനുഗ്രഹ പൂമഴ പൊഴിയൂ. അത് കൂടുതലായിട്ടും സമ്മേളനങ്ങളിലൊക്കെ പ്രാർത്ഥന ഗാനമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കെ ആന്റണി മാസ്റ്ററുടെ ഒരു ഓർമ്മ അനുസ്മരിച്ചപ്പോൾ ഈ ഗാനം പ്രത്യേകമായി എടുത്ത് പാടുകയുണ്ടായി. പക്ഷെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇത് ജോസഫ് മാണിക്കലച്ചൻ എഴുതിയാണെന്ന്. ഞാൻ തെറ്റിദ്ധരിച്ചു ആബേലച്ചൻ എഴുതിയാണെന്ന്. കാരണം ആ കൂട്ടുകെട്ട് കാരണം. പിന്നീട് ഞാൻ വേണിയോട് ചോദിച്ചു. അപ്പോഴാണ് അറിയുന്നത് ഇത് ജോസഫ് മാണിക്കലച്ചൻ എഴുതിയാണെന്ന്. അപ്പൊ ആ ഗാനം
നമ്മെ എല്ലാവരെയും സ്പർശിക്കുന്നതാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിന്റെ ആവിഷ്കാരമാണ്. ഈ ആവിഷ്കാരം ശരിക്കും വാക്കുകളിലൂടെ ആവാഹിച്ചെടുക്കുവാൻ, കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഒരു നല്ല പ്രാർത്ഥനാ ഗാനത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നു ഇത് എന്ന് പറയുവാൻ സാധിക്കും. അതിന്റെ വിശേഷങ്ങളിലേക്ക് എനിക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു ഗാനമാണ്. കാരണം കെ കെ ആന്റണി മാസ്റ്ററുമായിട്ട് ഞാൻ ഒത്തിരി, അതായത് 1978 മുതൽ അദ്ദേഹത്തിന്റെ സഹായിയായിരുന്നു. 1978-79 കലാഭവനിൽ ഞാൻ ലീഡ് ഗിറ്റാറിസ്റ്റായിട്ട് മേജർ ഓർക്കസ്ട്രയിൽ ജോയിൻ ചെയ്യുന്ന കാലം മുതൽ കെ കെ ആന്റണി മാസ്റ്ററിന്റെ സഹായിയായിട്ട് അദ്ദേഹത്തിന് ഓർക്കസ്ട്ര ചെയ്തു. അങ്ങനെയാണ് ഞാൻ കുറെ അദ്ദേഹത്തിൽ നിന്നും കുറെ അറിവുകൾ എനിക്ക് കിട്ടിയത്. ഈ പാട്ട് പാടുമ്പോഴും, അപ്പൊ ഈ പാട്ട് എനിക്ക് ഓർക്കസ്ട്ര ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നപ്പോഴും പറഞ്ഞത് ഇത് ഇന്ന സ്കെയിലാണ്, ഇത് ഹിന്ദുസ്ഥാനി രാഗത്ത് പീലു എന്നോട് ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഗാനം അസിസ്റ്റ് ചെയ്തത് ഈ ഗാനം മാത്രമല്ല, ആ ആൽബം മൊത്തം. ഓ അത് ശരി. ഞാനും മാസ്റ്റർക്ക് കൂടി മനക്കി അച്ഛനും എല്ലാരും കൂടി തിരുവനന്തപുരത്ത് പോയി ഒരാഴ്ച ഒരുമിച്ച് താമസിച്ചിട്ടാണ് ഈ പാട്ടുകൾ ഉണ്ടാക്കിയത്. അവര് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ മറ്റൊരു മുറിയിലോ അല്ലെങ്കിൽ നേരെ സ്റ്റുഡിയോ പോയിട്ട് അതിന്റെ ഓർക്കസ്ട്ര കൗണ്ടറുകളും കാര്യങ്ങളും കോഡ്സൊക്കെ എഴുതും, തിരിച്ചു വരും. അങ്ങനെ ഞങ്ങൾ ഒരു ഉത്സവം പോലെയായിരുന്നു ഈ പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത്. ദാസേട്ടൻ പാടുന്ന സമയത്തും അതെ, മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഈ ഒരു പാട്ടാണ് എല്ലാവരുടെ മനസ്സിലുള്ളത്, അനുഗ്രഹ പൂമഴ പൊഴിയും. എല്ലാ പാട്ടുകളും അതിനകത്ത് മനോഹരങ്ങളായ പാട്ടുകളാണ്. അപ്പൊ ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോഴത്തേക്കും ദാസേട്ടന് വളരെ സന്തോഷമായിരുന്നു. ഈ പാട്ട് പഠിപ്പിക്കുമ്പോഴും ഞാൻ കൂടെയുണ്ട്, പഠിപ്പിക്കുമ്പോഴും ഞാൻ കൂടെയുണ്ട്. എന്നാൽ മാസ്റ്റർ എന്റെ കൂടെ ഇങ്ങനെ ഞാൻ കൂടെ വേണം എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് അവസാന കാലങ്ങളായി. ആ സമയത്തൊന്നും ട്രാക്ക് കേട്ട് പഠിക്കുന്നതല്ല, നേരിട്ട് തന്നെ മുഖാമുഖം ട്രാക്ക് തന്നെ. ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളുടെ വർക്കൊക്കെ പാടുന്ന ചന്ദ്രൻ അദ്ദേഹം തന്നെയാണ് ഇതിനും പാടിയത്. അതിനുശേഷം പിന്നെ ദാസേട്ടൻ മാത്രം ഓർക്കസ്ട്രക്കാരൊക്കെ പറഞ്ഞിട്ട ശേഷം. പക്ഷെ ഞാനവിടെ ഉണ്ട്, മാസ്റ്ററിന്റെ കൂടെ ഉണ്ട്. അതെങ്കിലും മാസ്റ്റർ അപ്പൊ ഹാർട്ടിന്റെ കുറച്ച് കംപ്ലൈന്റുകളൊക്കെ തുടങ്ങി. അപ്പൊ ഒരാൾ കൂടെ വേണം. അപ്പൊ ഞാൻ സഹായിയുമാണ്, മകനെ പോലെയാണ്. എല്ലാം കൂടി ഞാൻ മാസ്റ്ററിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എത്രയോ ആനന്ദമാണെന്ന് അറിയാം. കാരണം മാസ്റ്ററിന്റെ വയലിൽ നിന്ന് വരുന്ന എല്ലാ അറിവുകളാണ്. നമുക്ക് അറിവ് എപ്പോഴും ആനന്ദം തരുമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ മാസ്റ്റർ അടുത്ത് ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. മാസ്റ്റർ അതിന്റെ അകത്ത് അന്യസ്വരം പ്രയോഗിച്ചിട്ടുണ്ടോ, അല്ലെ അത് എങ്ങനെയാണ്, അതിന്റെ എങ്ങനെയൊക്കെയാണ് കമ്പോസ് ചെയ്തത്, അല്ലെ അതിന്റെ രാഗം എന്താണ്, മാസ്റ്ററിന്റെ അടിസ്ഥാനം. മിക്കവാറും ലളിതഗാനങ്ങളൊന്നും ഇന്ന രാഗത്തിൽ തന്നെ വേണമെന്നില്ല, അന്യസ്വരങ്ങളൊക്കെ വരാം. സുഖമനുസരിച്ച് അങ്ങനെ ഒരുപാട് അന്യസ്വരങ്ങളൊക്കെ ഇതിലും പ്രയോഗിച്ചിട്ടുണ്ട്. 2 കാന്താരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് പീലു രാഗത്തിന്റെ ഒരു ശൈലിയാണ്. ആ ഗാ ചെറുതാണ്, എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ഗായം. 2 ഗായും പ്രയോഗിക്കുന്നുണ്ട്. അതൊരു ഹിന്ദുസ്ഥാനി പീലു രാഗത്തിന്റെ ഒരു, അത് നമ്മുടെ കർണാടകയിലാണെങ്കിൽ കാപ്പി രാഗത്തിനോട് സാമ്യമുണ്ട്. ശരി. അങ്ങനെ വളരെ മനോഹരമായിട്ട് അതിന്റെ ഓർക്കസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ആളുകൾ ഭക്തിഗാനമേളകൾ, പള്ളികളിൽ മാത്രമല്ല ഭക്തിഗാനമേളകളിൽ പാടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഗാനമേളയുടെ തുടക്കം, പള്ളികളിലൊക്കെ ഗാനം നടത്തുമ്പോൾ അതിന്റെ തുടക്കം പാടാൻ വേണ്ടി ഈ പാട്ട് എടുത്തു. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഒരു ഓർക്കസ്ട്രക്കാരനോട് ചോദിച്ചു, ഈ പാട്ട് എടുക്കാൻ കാര്യം പറഞ്ഞു, ഇതിന്റെ ഓർക്കസ്ട്ര ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പാട്ട് മാത്രമല്ല എന്ന് പറഞ്ഞു. ഇതിന്റെ ഓർക്കസ്ട്ര എനിക്ക് ഞാൻ അവരോട് പറഞ്ഞില്ല ഇത് ഓർക്കസ്ട്ര ഞാനാണ് ചെയ്തതെന്ന്. പക്ഷെ എനിക്ക് വളരെ അഭിമാനം തോന്നി. അതെങ്കിലും മാസ്റ്റർ ഇത്ര മനോഹരമായ ഒരു ഗാനത്തിൽ എനിക്ക് മോശമാക്കിയില്ല എന്ന് കരുതി. അനുഗ്രഹ പൂമഴ ചൊരിയൂ, അനവരതം കൃപ ചൊരിയൂ, അനശ്വരനാം ജഗദീശ, അനുപമ സ്നേഹാംബുധി. മനോഹരമായ രചന, മനോഹരമായ സംഗീതം. ഈ ഗാനങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴും പാടുമ്പോഴൊക്കെ തീർച്ചയാണ് നമുക്കതൊരു വലിയ അനുഭവമാണ്, ദൈവാനുഭവമാണ്. ഈ ഗാനത്തോടൊപ്പം നമ്മുടെ ഹൃദയവും നമുക്ക് ചേർത്ത് വെക്കാം. അനുഗ്രഹ പൂമഴ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ, ജീവിതത്തിൽ ദൈവം ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നൽകുന്നു. അനുഗ്രഹപൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനുഗ്രഹപൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനശ്വരനാ ജഗദീശ, അനുപമ സ്നേഹാംബുധിയേ. അനുഗ്രഹ പൂമഴ പൊഴിയൂ,
അനവരതം കൃപ ചൊരിയൂ അനശ്വരനാം ജഗദീശ അനുപമ സ്നേഹാംബുധി അനുഗ്രഹ പൂമഴ പൊഴിയൂ അഖിലവുമലിവാൽ തീർത്തവനേ അനുദിന കൃപയാൽ നയിപ്പവനേ അഖിലവുമലിവാൽ തീർത്തവനേ അനുദിന കൃപയാൽ നയിപ്പവനേ അവികല ജീവൻ ഉറവിടമേ അതുലദയാമയനേ അവികല ജീവൻ ഉറവിടമേ അതുലദയാമയനേ അനുഗ്രഹ പൂമഴ പൊഴിയൂ അനവരതം കൃപ ചൊരിയൂ അനശ്വരനാം ജഗദീശ അനുപമ സ്നേഹാംബുധി അനുഗ്രഹ പൂമഴ പൊഴിയൂ അവനിലെല്ലാ നന്മകളും അരുളിടുമാശ്രിതവത്സലനേ അവനിലെല്ലാ നന്മകളും അരുളിടുമാശ്രിതവത്സലനേ സകലം നന്മയ്ക്കനുഗുണമായി സതതം തീർപ്പവനേ സകലം നന്മയ്ക്കനുഗുണമായി സതതം തീർപ്പവനേ അനുഗ്രഹ പൂമഴ പൊഴിയൂ അനവരതം കൃപ ചൊരിയൂ അനശ്വരനാം ജഗദീശ അനുപമ സ്നേഹാംബുധി അനുഗ്രഹ പൂമഴ പൊഴിയൂ നമുക്ക് പതിവ് പോലെ ബേണിച്ചേട്ടന്റെ ഗണേശേട്ടന്റെ ഒരു പാട്ടില്ലാതെ നമ്മളിപ്പോ ഒരു എപ്പിസോഡ് വിടുന്നില്ല എന്നുള്ളതാണ്. ആളുകൾ അത് കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ പാട്ടുകാരല്ല പിന്നെ നിർബന്ധിച്ച് പാടാണ്. അപ്പൊ നമുക്ക് പാട്ടുകാരെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പാടാറുണ്ട്. അതെ അതെ. അപ്പൊ നമുക്ക് ഏതാണ് നമുക്ക് മനക്കിലച്ചന്റെ ഏതാണ് നമുക്കൊരു 4 വരി നമുക്ക് പ്രേക്ഷക ശ്രദ്ധയിലേക്ക് നമ്മളിപ്പോ പറയാത്ത പ്രതിപാദിക്കാത്തൊരു ഗാനം എടുക്കാം. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ മുരിങ്ങൂർ ധ്യാനിക്കാൻ വന്നത്, സകുടുംബം. അപ്പൊ എന്നെ ആകർഷിച്ച എപ്പോഴും മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്. അത് മനക്കച്ചന്റെ എനിക്ക് അറിയില്ലായിരുന്നു. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. അതിന്നും പാടുന്നുണ്ട്. തുടക്ക ദിവസങ്ങളിലൊക്കെ സൺഡേ എല്ലാം അതുപോലെ മൺഡേ മോർണിംഗ് എല്ലാം യേശു വിളിക്കുന്നു ആ ഗാനം പാടുന്നുണ്ട്. അതെ, അത് മാത്രമല്ല പല ആളുകളും യേശുവിലേക്ക് അടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആകുലത മനസ്സിൽ തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പാട്ട് പാടി അവർ ആനന്ദം കൊള്ളുന്നുണ്ട്. അത്ര മനോഹരമായ വരികളാണ്. അതിന്റെ യേശു വിളിക്കുന്നു എന്നുള്ള 2 വരിയല്ല, അതിനുശേഷമുള്ള ആകുലവേളകൾ ഇതെല്ലാം പാടുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് പാടുമ്പോൾ ഒരു ധ്യാനം കൂടുന്ന ഒരു അനുഭവമാണ്. ഒരുപാട് നമ്മൾ സ്ട്രെസ്സിൽ നിന്ന് റിലീസായിട്ട് യേശു വിളിക്കുന്നുണ്ട്, ഞാൻ യേശുവിനോട് കൂടെയാണെന്ന വലിയ ആനന്ദാനുഭവം. അതെ, അതിന്റെ സംഗീതവും അതേപോലെ തന്നെ. അതെ. നമുക്ക് ആ ഗാനത്തിന്റെ 4 വരി തീർച്ചയായിട്ടും പ്ലീസ്.
യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ആകുലവേളകളിൽ ആശ്വാസം നൽകിടും താൻ എന്നറിഞ്ഞു നീയും യേശുവെ നോക്കിയാൽ എണ്ണമില്ല നന്മ നൽകിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. ഞായറാഴ്ചയാണ് ഇവിടെ ധ്യാനം തുടങ്ങുന്നത് ഡിവൈനില്. ആളുകളൊക്കെ വൈകുന്നേരം ഒരു 4 മണി, 4:30, 5 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരുവിധം എല്ലാവരും വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ആദ്യം പാടുന്ന പാട്ടുകളിൽ പ്രഥമ സ്ഥാനമുള്ള പാട്ടാണ്. കാരണം അവര് വീട്ടിൽ നിന്ന് വന്ന് ആദ്യമായിട്ട് വന്നിരിക്കുകയാണ്, വേറൊരു അന്തരീക്ഷത്തിൽ വന്നിരിക്കുകയാണ്. അവരോട് പറയുന്നതായിട്ടാണ് യേശു വിളിക്കുന്നു, ആകുല വേളകളിൽ ആശ്വാസം നൽകിടും താൻ എന്നറിഞ്ഞ് നീ യേശുവെ ഒന്ന് നോക്കിയാൽ. ഞാനും ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ യേശു വിളിക്കുന്നു പാട്ടൊക്കെ പാടി ഭക്തിയുടെ അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്നാണല്ലോ വരുന്നത്, സകുടുംബം. അങ്ങനെ ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോഴത്തേക്കും മനക്കലച്ഛൻ, അനക്കിയച്ഛൻ ഇവിടെ വന്നു. അച്ഛനപ്പം അന്ന് സുവാർത്ത എന്ന് പറഞ്ഞിട്ടൊരു മിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അച്ഛന്റെ നാട്ടിൽ തന്നെ, ഗോപുരത്തിൽ. അവിടെ നിന്ന് ഇവിടെ വരും. ഈ ഇവിടെയും വരും ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ, പല ധ്യാന കേന്ദ്രത്തിലും പോയി കൌൺസിൽ ചെയ്യുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയം. ആ സമയത്ത് അച്ഛൻ ഇവിടെ വന്നു. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇവിടെ വന്നത് എന്താണ്? അപ്പൊ എനിക്കിവിടെ സർവീസ് ഉണ്ട്, ഇടക്കിടക്ക് ഞാനിവിടെ വരാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ബേണി ഇവിടെ എന്താ വന്നത്? ഞാൻ പറഞ്ഞ സകുടുംബം വന്നാണ്. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞ പ്രശ്നത്തിലല്ല, കുറച്ച് ടെൻഷൻസ് ഒക്കെ ഉണ്ട്, പല ജോലികളുടെ പ്രശ്നങ്ങൾ, പല പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഉറക്കമൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഉറക്കമൊക്കെ ചിലപ്പോ ചിന്തിച്ചൊക്കെ കിടക്കാറുണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞാൻ ഒരു ഉറക്ക ഗുളിക തയ്യാറാക്കിയിട്ടുണ്ട്, കുറെ ആൾക്ക് മുമ്പ് തയ്യാറാക്കിയാണ്, അത് ബേണിക്ക് തരാം എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്താ വെച്ചാൽ ഉറക്ക ഗുളിക, ഇവിടെ മരുന്നൊന്നും കേട്ടൂല, ഇവനെ ഉറക്ക ഗുളിക എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയ പാട്ട് തന്നെയാണ്. ദൈവമേ നിന്റെ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. ഈ പാട്ട് മൊത്തത്തിൽ അച്ഛനെ എഴുതിയിട്ടാണ്. ദൈവമേ നിന്റെ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു, നിൻ ചിറകിന്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളണേ. എല്ലാം പ്ലെയിൻ നോട്ട്സ് ആണെങ്കിൽ പാടുമ്പോ കിട്ടുന്ന അനുഭവം എന്താ അല്ലേ? ആനന്ദ പ്രാർത്ഥനാനുഭവം, റിലാക്സ് ആയി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്, ഉള്ളു തുറന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ വരികളും എല്ലാം അങ്ങനെയാണ്. അറിയാതെ ഉറക്കം വന്നു പോകും. അച്ഛനിപ്പോ തന്നെ ഉറങ്ങി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് സന്തോഷം. ഒരുപാട് ഫ്രീ ആയി നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിച്ചു. കാരണം മനക്കലച്ഛന്റെ കൂടെയുള്ള സഞ്ചാരം, ഒരുമിച്ചുള്ള ചിന്തകൾ, അച്ഛന്റെ സൗഹൃദം, അച്ഛനുമായിട്ടുള്ള സൗഹൃദം, ഇതൊക്കെ അതിന് ഒരു മുതൽക്കൂട്ടായിരുന്നു. നിങ്ങൾ തന്ന ഈ നല്ല നിമിഷങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ്. എന്നും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് ചിന്തിക്കാൻ, ജീവിക്കാൻ, പ്രവർത്തിക്കാൻ അനുഗ്രഹം ദൈവം നൽകട്ടെ എന്ന പ്രാർത്ഥന. നന്ദി. ബഹുമാനപ്പെട്ട ജോസഫ് മനക്കിലച്ഛന്റെ എപ്പിസോഡായിരുന്നു ഇത്. അദ്ദേഹത്തിന്റെ സംഗീത വഴികളിലൂടെയുള്ള ഒരു യാത്ര ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിലാണ്. നന്ദി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം